24 മണിക്കൂർ വെളിച്ചമില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സാധാരണ ഒരു ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് പകൽ മുഴുവൻ കഴിഞ്ഞ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടിയാണ് ഇരുട്ട് വരിക. എന്നാൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും ഇരുട്ടാണെങ്കിലോ? അതായത് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്തും നിങ്ങൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഈവനിങ് കളിക്കുന്ന സമയത്തെല്ലാം ഇരുട്ടാണെങ്കിലോ? ഈ പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യമല്ല, ഏകദേശം 2 മാസത്തോളം തുടർച്ചയായി വെളിച്ചമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെയൊരു നഗരം നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലുണ്ട്. ആ ഒരു വിചിത്രമായ നഗരത്തെക്കുറിച്ചും അവിടുത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാമാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ബിഗിൻ. അലാസ്കയിലെ ഉത്കുയാകുക്ക് എന്ന ഒരു നഗരമുണ്ട്. ലോകത്തെ വിചിത്രമായ ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി 2 മാസത്തോളം ഈ നഗരം ഇരുട്ടിലാകുന്നതിന് പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. നമുക്കറിയാം, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഏകദേശം 23.5% ചെരിഞ്ഞുകൊണ്ടാണ് കറങ്ങുന്നത്. ഈ ഒരു ചെരിവ് കാരണം ചില സമയങ്ങളിൽ ഭൂമിയുടെ നോർത്തിലെ ആർട്ടിക് സർക്കിളിനകത്തുള്ള പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടെത്തില്ല. ഈ ഒരു കാര്യത്തെയാണ് പോളാർ നൈറ്റ് എന്ന് പറയുന്നത്. അലാസ്കയിലെ ഈ പറഞ്ഞ ഉത്കുയാകുക്ക് എന്ന നഗരം ആർട്ടിക് സർക്കിളിന്റെ ഏറ്റവും വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഭൂമിയുടെ ഒരു ചരിവ് കാരണം നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ഇവിടെ സൂര്യപ്രകാശം തീരെ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം 65 ദിവസത്തോളം ഈ സ്ഥലത്ത് കംപ്ലീറ്റ്ലി ഇരുട്ടായിരിക്കും. ഈ ഒരു 65 ദിവസം സൂര്യോദയമോ അസ്തമയമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരുപോലെയായിരിക്കും. 65 ദിവസം തുടർച്ചയായി ഇരുട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ തണുപ്പിനെ മറികടക്കാൻ വേണ്ടി പ്രത്യേകം കട്ടിയുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യുകയും വീടിനകത്ത് ചൂടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുമാണ് സർവൈവ് ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായി രാത്രികളിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ പലപ്പോഴും ഇത് ആളുകളുടെ മാനസികാരോഗ്യത്തെ വരെ ബാധിക്കാറുണ്ട്. സെഷണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരുതരം ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളിൽ സാധാരണമാണ്. പക്ഷേ ഈ കഠിനമായ സാഹചര്യത്തിലും അവിടെയുള്ള ആളുകൾ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. വീടിന് പുറത്ത് കൊടും തണുപ്പും ഇരുട്ടുമാണെങ്കിലും വീടിനകത്ത് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ചൂടാക്കാനുള്ള സെറ്റപ്പുകൾ കൊണ്ടും അവർ ആംബിയൻസിനെ മാറ്റും. അടുത്തുള്ള വീടുകളിൽ പോകുന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സിനിമ കാണുന്നതുമൊക്കെയാണ് ഇവരുടെ ഈ സമയത്തെ പ്രധാന എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകദേശം 65 ദിവസത്തെ തുടർച്ചയായ ഇരുട്ടിന് ശേഷം ജനുവരി അവസാനത്തോടുകൂടി സൂര്യൻ പതിയെ ഉദിച്ചു വരാൻ തുടങ്ങും. ഈ ദിവസം അവിടെ ആളുകൾ വലിയൊരു ആഘോഷമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ആ നാട്ടിൽ വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നുമാണ് ഈ ദിവസം. സൂര്യൻ്റെ ചെറിയൊരു വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ വളരെ ഹാപ്പിയാവും. അങ്ങനെ സൂര്യൻ പൂർണ്ണമായി ഉദിക്കുന്ന ദിവസം ആളുകൾ എല്ലാം ഒരുമിച്ച് പുറത്തിറങ്ങുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്ത് വളരെ ഒരു സെലിബ്രേഷൻ മോഡിലായിരിക്കും. 65 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇരുണ്ട കാലയളവിൽ ഈ നഗരത്തിന് ലഭിക്കുന്ന മറ്റൊരു അത്ഭുതമാണ് അറോറ ബോറിയാലിസ്. ആകെ ഇരുട്ട് മൂടിയ നഗരത്തിന്റെ ആകാശത്ത് വരുന്ന ഈ ഒരു വിസ്മയം ഈ നഗരത്തിന്റെ മറ്റൊരു ആകർഷണമാണ്. സോ ഇത്തരത്തിൽ വിചിത്രമായ ഒരുപാട് നഗരങ്ങൾ നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലുണ്ട്. അവയിൽ ലോകത്ത് ഏറ്റവും തണുപ്പുള്ള നഗരം അല്ലെങ്കിൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു നഗരമായിരിക്കണമെന്നില്ല. സോ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള നഗരത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.